പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും റഷ്യ തങ്ങളുടെ സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്താൻ തികച്ചും വ്യത്യസ്തമായ ഒരു വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതാണ് ഇസ്ലാമിക് ബാങ്കിംഗ് അഥവാ പലിശരഹിത ബാങ്കിംഗ് സംവിധാനം. റഷ്യയിൽ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക് ബാങ്കിംഗ് സംവിധാനം ആരംഭിക്കാനുള്ള ഔദ്യോഗിക നീക്കങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്താണ് റഷ്യയുടെ ഈ പുതിയ സാമ്പത്തിക തന്ത്രത്തിന് പിന്നിലെന്നും ഇതുകൊണ്ട് റഷ്യ ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണെന്നും വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. റഷ്യയിൽ ഇസ്ലാമിക് ബാങ്കിംഗ് സംവിധാനം ഇപ്പോഴുണ്ടായ പുതിയ സംവിധാനമല്ല. 2 വർഷം മുൻപ് തന്നെ ചില റഷ്യൻ റിപ്പബ്ലിക്കുകളിൽ ഇസ്ലാമിക് ബാങ്കിംഗ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി തുടങ്ങിയിരുന്നു. റഷ്യൻ നിയമവ്യവസ്ഥയിൽ ഇതിനെ പാർട്ട്ണർഷിപ്പ് ഫിനാൻസിംഗ് അഥവാ പങ്കാളിത്ത ധനകാര്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ സാധ്യതകൾ പഠിക്കുന്നതിനായാണ് 2.5 വർഷം മുൻപ് റഷ്യൻ സർക്കാർ ഒരു പൈലറ്റ് പ്രോഗ്രാം ആരംഭിച്ചത്. മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള ടാറ്റസ്ഥാൻ, ബാഷ്കോർട്ടോസ്ഥാൻ, ചെച്നിയ, ദാഗസ്ഥാൻ എന്നീ 4 റിപ്പബ്ലിക്കുകളിലാണ് ഇതാദ്യമായി നടപ്പിലാക്കിയത്. ശരീഅത്ത് തത്വങ്ങൾ പാലിച്ച്, അതായത് പലിശ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ബിസിനസ് പങ്കാളിത്തത്തിലൂടെ ലാഭവും നഷ്ടവും പങ്കിടുന്ന രീതിയാണ് ഇതിലൂടെ വിജയകരമായി പരീക്ഷിക്കപ്പെട്ടത്. ഈ സംവിധാനം ഇപ്പോൾ റഷ്യയിൽ പൂർണ്ണമായി നടപ്പിലാക്കാനാണ് റഷ്യൻ സർക്കാർ ആലോചിക്കുന്നത്. റഷ്യയിലെ മുതിർന്ന പാർലമെന്റ് അംഗവും സ്റ്റേറ്റ് ഡ്യൂമയുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് കമ്മിറ്റി മേധാവിയുമായ അനറ്റോലി അക്സക്കോവ് പറയുന്നതനുസരിച്ച് റഷ്യയിൽ ഈ പങ്കാളിത്ത ധനകാര്യ വിപണിയുടെ മൂല്യം ഏകദേശം 1 ലക്ഷം കോടി റൂബിൾസ്, അതായത് ഏകദേശം 12.7 ബില്യൺ $. റഷ്യയിൽ 2.5 കോടിയോളം മുസ്ലിം ജനസംഖ്യയുണ്ട്. രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 15%. റഷ്യയിലെ 2ാമത്തെ വലിയ മതവിഭാഗം. ഇത്രയും വലിയൊരു ജനസമൂഹത്തിന് തങ്ങളുടെ മതവിശ്വാസങ്ങൾക്കനുസൃതമായി സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ ഇതുവരെ കൃത്യമായ സംവിധാനമില്ലായിരുന്നു. ഈ വലിയൊരു ആഭ്യന്തര ആവശ്യത്തെ കൂടിയാണ് പുതിയ ബാങ്കിംഗ് സംവിധാനത്തിലൂടെ റഷ്യൻ സർക്കാർ അഭിസംബോധന ചെയ്യുന്നത്. സാധാരണ ബാങ്കുകൾ പണം കടം കൊടുത്ത് അതിന്മേൽ പലിശ ഈടാക്കി ലാഭമുണ്ടാക്കുമ്പോൾ ഇസ്ലാമിക് ബാങ്കുകൾ പലിശ പൂർണ്ണമായും നിരോധിക്കുന്നു എന്നതാണ് ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പണത്തിന്മേൽ പണം ഉണ്ടാക്കുന്നതിന് പകരം യഥാർത്ഥ ആസ്തികളിലോ ബിസിനസ് സംരംഭങ്ങളിലോ ആണ് ഇവിടെ നിക്ഷേപം നടത്തുന്നത്. ബാങ്കും ഉപഭോക്താവും തമ്മിൽ ലാഭവും നഷ്ടവും ഒരുപോലെ പങ്കിടുന്നു. കൂടാതെ മദ്യം, ചൂതാട്ടം, പുകയില തുടങ്ങിയ സാമൂഹികമായി ദോഷം ചെയ്യുന്ന ബിസിനസ്സുകളിൽ നിക്ഷേപം നടത്തുന്നതിനും ഇതിൽ വിലക്കുണ്ട്. ഈ സുതാര്യതയും ധാർമ്മികതയുമാണ് ഇതിനെ സാധാരണ ബാങ്കിങ്ങിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. എന്നാൽ ഈ നീക്കത്തിന് പിന്നിൽ വലിയൊരു അന്താരാഷ്ട്ര രാഷ്ട്രീയ തന്ത്രം കൂടിയുണ്ട്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം വെസ്റ്റേൺ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. റഷ്യൻ ബാങ്കുകളെ ആഗോള പണമിടപാട് ശൃംഖലയായ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കി. ഇതോടെ പാശ്ചാത്യ മൂലധന വിപണി റഷ്യയ്ക്ക് മുന്നിൽ അടഞ്ഞു. ഈ പ്രതിസന്ധി മറികടക്കാൻ റഷ്യ കണ്ടെത്തിയ വഴിയാണ് കിഴക്കൻ രാജ്യങ്ങളിലേക്കും ഗൾഫ് മേഖലയിലേക്കും തിരിയുക എന്നത്. ഇസ്ലാമിക് ബാങ്കിംഗ് ഔദ്യോഗികമായി നടപ്പാക്കുന്നതിലൂടെ UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ സമ്പന്നമായ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ നിക്ഷേപകരെ റഷ്യയിലേക്ക് ആകർഷിക്കാൻ കഴിയും. അറബ് രാജ്യങ്ങളുമായി ചേർന്ന് ഒരു സബ്സിഡിയറി ബാങ്ക് രൂപീകരിക്കാനും റഷ്യൻ സെൻട്രൽ ബാങ്ക് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയെ തളർത്താം എന്ന് കരുതിയ പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ ഇസ്ലാമിക് ഫിനാൻസ് എന്ന ഒരു പുതിയ വാതിൽ തുറന്നിരിക്കുകയാണ് മോസ്കോ. ഇത് റഷ്യയിലെ മുസ്ലിം ജനവിഭാഗത്തിന് പുതിയ സാമ്പത്തിക അവസരങ്ങൾ നൽകുക മാത്രമല്ല, പാശ്ചാത്യേതര രാജ്യങ്ങളുമായി റഷ്യയുടെ സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. ആഗോള സാമ്പത്തിക രംഗത്ത് ഡോളറിന്റെ മേധാവിത്വത്തിന് ബദലായി പുതിയൊരു സാമ്പത്തിക ക്രമം രൂപപ്പെടുന്നതിന്റെ സൂചന കൂടിയായിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ റഷ്യയുടെ ഈ നീക്കത്തെ വിലയിരുത്തുന്നത്.